പ്രിയരെ, പല ആളുകളെയും നമ്മൾ പഠിച്ചാൽ അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ മധ്യത്തിലായിരിക്കും ദൈവത്തോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നത്. അതേ വ്യക്തി ധാരാളം നന്മകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആളാണ്. ആ നന്മ പ്രാപിച്ച സമയങ്ങളിലോ നന്മ അനുഭവിച്ച അവസരങ്ങളിലോ ഒന്നും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവർ മെനക്കെട്ടിട്ടില്ല. കാരണം അന്നേരമൊക്കെ അവർ വലിയ ബിസിയാണ്. പല ആളുകളും അവർക്ക് കൂട്ടിനുണ്ട്, പല യാത്രകളുണ്ട്, പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. എന്നാൽ ഇപ്പോൾ നോക്കൂ, കഷ്ടങ്ങളാണ്, ആരും കൂടെയില്ല, എല്ലാവരും വിട്ടകന്നു. അപ്പോൾ പിന്നെ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് പരാതി പറഞ്ഞിരിക്കുകയല്ലാതെ വേറെന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ ചിലർ അങ്ങനെയല്ല കേട്ടോ. അവരുടെ കഷ്ടങ്ങളിൽ അവർ ദൈവത്തോട് അടുത്ത് കഷ്ടങ്ങളിലും ഞാൻ പുകഴുമെന്ന് പറഞ്ഞ് പൗലോസ്ലീഹ പറയുന്നത് പോലെ ദൈവത്തിന് മഹത്വം കൊടുക്കും. ചില കഷ്ടങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് പലർക്കും ബോധ്യമാകുന്നത് ഈ കഷ്ടം ദൈവം എനിക്കൊരുക്കിയത് ഒരു നന്മയ്ക്ക് വേണ്ടിയായിരുന്നെന്ന്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി 46 സങ്കീർത്തനം 5 വാക്യം വായിക്കട്ടെ. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ഈ സങ്കീർത്തനം എഴുതിയ കോരഹ് പുത്രന്മാർ ഈ പാട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ പാടുന്നത്: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. തുടരുന്നത്: അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. തുടർന്നാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യം. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഇവരുടെ പാട്ട് ഏതൊരാൾക്കും അനുകരണീയമാണ്. എന്തെന്നാ ഒരു സാങ്കല്പിക ചോദ്യങ്ങളായിട്ട് ഇത് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ഒരു ദിവസം മരുഭൂമിയിൽ ഇറങ്ങുമെന്ന് ദൈവം ചോദിച്ചു. ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം പച്ച പിടിച്ചിരിക്കുന്നു, നീ മാത്രമെന്താ ഉണങ്ങി വരണ്ടിരിക്കുന്നത്? ഒരു പച്ചത്തലപ്പ് പോലും ഈ ഭൂപ്രദേശത്തിലെങ്ങുമില്ലല്ലോ. അപ്പോൾ ഈ മരുഭൂമി പറഞ്ഞു പോലും എനിക്ക് ആവശ്യത്തിനുള്ള വിത്തുകൾ ലഭിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണങ്ങി വരണ്ടും പച്ചത്തലപ്പൊന്നുമില്ലാതെയും ഇരിക്കുന്നത്. ദൈവം സകല വൃക്ഷങ്ങളുടെയും വിത്തുകളും തൈകളുമൊക്കെ അവിടെ കൊണ്ടു കൊടുത്തു. പിറ്റേ വർഷവും ദൈവം അവിടെ വന്നപ്പോൾ അവിടെ യാതൊരു ഫലവുമില്ല. അപ്പോൾ ഈ മരുഭൂമി പറഞ്ഞെന്തെന്നോ: നീ നടാനുള്ള തൈകളും വിതയ്ക്കാനുള്ള വിത്തുകളും തന്നു, പക്ഷേ ഈ വിത്തുകളും ഈ തൈകളുമെല്ലാം പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി. ദൈവം അതിനും സംരക്ഷണം നൽകി. പിന്നെയും അവിടം ഉണങ്ങി വരണ്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ചോദ്യത്തിന് ആ മരുഭൂമി കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: എല്ലാം ശരിയാ, എന്നാൽ വെള്ളമില്ലാതെ എങ്ങനെയാണ് ചെടി മുളയ്ക്കുന്നത്? ദൈവം ഉടൻ തന്നെ ശക്തമായൊരു ഇടി വെട്ടിച്ചു, അല്ലെങ്കിൽ വെള്ളിടി വെട്ടിച്ചു. ആ മരുഭൂമി നടുവേ കീറി അതിനകത്തുനിന്ന് വലിയ നീർച്ചാലുകൾ ഒഴുകാൻ തുടങ്ങി. ആ ഭൂപ്രദേശം മുഴുവൻ നനഞ്ഞു, വിത്തുകൾ മുളച്ചു വന്നു. അത് മരുഭൂമിയല്ല, വലിയ ഒരു വനം പോലെയായി മാറി. ആ ഭൂമി പറഞ്ഞത്: എൻ്റെ നിന്ന മാറിക്കിട്ടി, എൻ്റെ അപമാനം മാറിക്കിട്ടി, ഇപ്പോൾ എനിക്ക് മറ്റുള്ള പ്രദേശം പോലെ സന്തോഷിക്കാൻ വകയുണ്ട്. എന്നാൽ നനച്ചിരിക്കാതെ ഇടി വെട്ടിയപ്പോൾ ഞാൻ ആകെ ഭയന്നുപോയി, ആകെ തകർന്നുപോയി. ഇനി ഒരു തരി പോലും അവശേഷിക്കുകയില്ല ഇവിടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. എങ്കിലും ഇടി വെട്ടിയത് ഉപകാരമായി എന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നിയത്. ചെറുതും വലുതുമായ ഏതെങ്കിലും നിലയിലുള്ള വെള്ളടികൾ ഏശാത്ത ഒരൊറ്റ ജീവിതവും ഈ ലോകത്തിലില്ല. പലതും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ കരിമ്പ് കൃഷി ചെയ്യുന്ന ദേശത്ത് ആ കർഷകർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. കരിമ്പൊക്കെ വെട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉണങ്ങിയ കരിമ്പോലകൾ ആ പ്രദേശത്ത് തന്നെ, അല്ലെങ്കിൽ ആ ഭൂമിയിൽ തന്നെ ഇട്ടിട്ട് തീ കത്തിക്കും. അവിടെ വെട്ടിവെച്ചിരുന്ന കുറ്റികളുടെ മുകളിൽ ഈ കരിമ്പോലകൾ കിടന്ന് കത്തി ആകെ അവിടെ ചാരം കൊണ്ട് മൂടും. ദൂരെ നിന്ന് നോക്കുന്നവർക്കോ കൃഷിയെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്കോ ഒരുപക്ഷെ വിചാരിക്കും, ഇവരെന്ത് മണ്ടത്തരമായി കാണിക്കുന്നത്, ഇത്രയും നല്ല പാടത്തിൽ ഇങ്ങനെ ഇട്ട് തീ കത്തിച്ചാൽ ഇനി എന്തെങ്കിലും ഒരു വിളവ് കിട്ടുമോ? എന്നാൽ നോക്കൂ, ഒരു സമയം കഴിയുമ്പോൾ നല്ല മഴ കിട്ടും. മഴ കിട്ടുമ്പോൾ അന്നേരം ആ കത്തിത്തീർന്ന കുറ്റി
പൊട്ടിമുളയ്ക്കാൻ തുടങ്ങും. ഈ സന്ദേശം ശ്രവിക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിലുള്ള വെള്ളിടികൾ നേരിട്ടിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന അനുഭവമായിരിക്കാം. ഒരുപക്ഷെ ആ കരിമ്പോലകൾ മുകളിലിട്ട് കത്തിച്ചതുപോലെ എല്ലാം ചാരം മൂടിക്കിടക്കുന്നത് പോലെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത അനുഭവത്തിലൂടെ കടന്നുപോയായിരിക്കാം. എന്നാൽ സുഹൃത്തെ ഓർത്തോ, അടുത്ത മഴ കഴിയുമ്പോൾ ആ കരിമ്പോലകൾ പൊട്ടിമുളച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചില നന്മയുടെ നാമ്പുകൾ മുളപ്പിക്കും. ഈ ദിവസങ്ങളിൽ അതിനായി കാത്തിരിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ പതറാതെ അങ്ങയോട് ചേർന്ന് നടന്ന് വിശ്വാസത്തോടെ ദൈവവചനപ്രകാരം ജീവിതം നയിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ഏതെങ്കിലും നിലയിലുള്ള വെള്ളിയുടെ സമാനമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ വാക്കുകൾ ശ്രവിക്കുന്നെങ്കിൽ അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന ആ നീർച്ചാലുകൾ, ആ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ ചൊരിഞ്ഞ് ദൈവം അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.